119:105. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഈ വചനം ജീവിതത്തിൽ അനർത്ഥമാക്കിയ വിശുദ്ധ ഡൊമിനിക് ദെ ഗുസ്മാന് ദൈവവചനം പുസ്തകത്തിലെ അക്ഷരങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് അത് അദ്ദേഹത്തിന്റെ ശ്വാസവും ദർശനവും ജീവിതത്തിന്റെ ദിശാബോധവുമായിരുന്നു. അദ്ദേഹം വചനം വായിച്ചു, ധ്യാനിച്ചു, ജീവിച്ചു, പിന്നീട് അത് ലോകത്തോട് പ്രസംഗിച്ചു. ഒരു വിത്ത് മണ്ണിൽ വീണ് മരമായി വളരുന്നത് പോലെ ദൈവവചനവും ആദ്യം വിശുദ്ധ ഡൊമിനിക്കിന്റെ ഹൃദയത്തിൽ വേരൂന്നി. ആ വേരുകളിൽ നിന്നാണ് സത്യത്തിന്റെ ശാഖകളും വിശ്വാസത്തിന്റെ പൂക്കളും വിശുദ്ധിയുടെ ഫലങ്ങളും വിരിഞ്ഞത്. അതിനുശേഷമാണ് അദ്ദേഹം ആ വചനം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലേക്ക് വിതച്ചത്. നാം ഇന്ന് ജീവിക്കുന്നത് വിവരങ്ങളുടെ കാലഘട്ടത്തിലാണ്. ഒരു ദിവസം നമ്മൾ കാണുന്ന വിവരങ്ങളുടെ അളവ് ഒരുപക്ഷെ 100 വർഷം മുമ്പ് ഒരാൾ ജീവിതകാലം മുഴുവൻ കണ്ടതിലും കൂടുതലായിരിക്കും. ഇന്നത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം ഭക്ഷണത്തിന്റെ കുറവല്ല, ശ്രദ്ധയുടെ കുറവാണ്. നമ്മുടെ മനസ്സ് 1000 നോട്ടിഫിക്കേഷനുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദത്തിന് ഇടമില്ലാതായി തീരുന്നു. ദൈവം എപ്പോഴും വലിയ ശബ്ദത്തിലല്ല സംസാരിക്കുന്നത്, നിശബ്ദതയിലാണ്. എന്നാൽ നിശബ്ദതയെ പേടിക്കുന്ന ഒരു തലമുറയായി നാം മാറുന്നില്ലേ? വിശുദ്ധ ഡൊമിനിക് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: വചനം വായിക്കുന്നതിന് മുമ്പ് മനസ്സിനെ നിശബ്ദമാക്കണം. കാരണം ബൈബിൾ ഒരു കോണ്ടന്റ് അല്ല, എൻകൗണ്ടറാണ്. അത് വിവരങ്ങൾ നൽകുകയല്ല, മറിച്ച് നമ്മെ രൂപപ്പെടുത്തുന്നു. അദ്ദേഹം വീണ്ടും പറയുന്നു, വായിക്കാൻ 5 മിനിറ്റ് മതി, പക്ഷേ ആ 5 മിനിറ്റ് സത്യസന്ധമായ അത് ജീവിതത്തിന്റെ 24 മണിക്കൂറിനെ മാറ്റിമറിക്കും. ഇന്ന് നിർമ്മിത ബുദ്ധി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നു. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ചോദ്യങ്ങൾക്ക് എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ ക്ഷമിക്കണം, എങ്ങനെ പ്രത്യാശയോടെ ജീവിക്കണം, ഉത്തരം നൽകുന്നത് ദൈവവചനം മാത്രമാണ്. ദൈവവചനം വായിക്കുമ്പോൾ നാം പുസ്തകം തുറക്കുകയല്ല, മറിച്ച് നമ്മുടെ ഹൃദയം തുറക്കുകയാണ്. ജീവിതം മാറുന്നത് പുതിയ വിവരങ്ങൾ കൊണ്ടല്ല, പുതിയ ഹൃദയം കൊണ്ടാണ്. ആ പുതിയ ഹൃദയം സൃഷ്ടിക്കാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഒരു വിത്തിനെ നോക്കുമ്പോൾ നമുക്ക് ഒരു മരത്തെ കാണാൻ സാധിക്കില്ല, പക്ഷേ ഒരു ചെറിയ വിത്തിനുള്ളിൽ ഒരു കാടിന്റെ സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് തന്നെയാണ് ദൈവവചനവും. ഒരു വചനം, ഒരു നിമിഷത്തെ ധ്യാനം, ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അത് മതി.